അറ്റൻഡൻസ് ബുക്ക് എടുത്ത് കാണിച്ചു. സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കാണ് അവിടെ മേയർ ബില്ലിനകത്ത് അജിറ്റേറ്റ് ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും പാസാക്കിയതായി വ്യക്തമാക്കിക്കൊണ്ട് കൗൺസിൽ യോഗം അവസാനിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൗൺസിൽ കൂടി കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. 400ഓളം വിഷയങ്ങളുള്ള ഒരു അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. എന്താണ് നമ്മുടെ അവസ്ഥ? നേരെ ചെവേ ഒരു പുറപ്പെടുന്ന തരത്താഴ്ന്ന ഭരണസമിതിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇവിടെ UDF കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ച് ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. നമ്മളാരും ഒന്നും പോയിട്ടില്ല. അതൊക്കെ മേയറുള്ളതല്ല, അവർക്ക് ആരായിരുന്നു മേയറുള്ള ഇവിടുത്തെ കൗൺസിലർമാരെ, നമ്മുടെ ചേച്ചിമാര്. ആ മേയറാണ് കൗൺസിൽ കൂടി നമ്മളെ അടിക്കാൻ കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. ഇവിടെ കളിക്കാൻ വന്നേക്കുന്നു. കളിക്കുന്ന കളിയാ കോൺഗ്രസിനോട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDF വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസമാണ്? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകളായിട്ട് അടിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസ കമ്മിറ്റി. അതുകൊണ്ട് നോക്കാൻ നമ്മൾ നടന്നില്ല. അത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കാൻ നമ്മളോട് പറ്റുന്നില്ല. എന്നെ അടിച്ച് നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം അറ്റൻഡൻസ് രജിസ്റ്റർ ഇവരെ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ നിന്നെടുത്തു. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. ആ ചോദിക്കുന്നത് എന്റെ ജനത്തിന്റെ ചേട്ടാ തലക്കേറ്റ താമസമുണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. BJP കൗൺസിലർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാര് വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ അറ്റൻഡൻസ് ബുക്കിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി. അസാധുവും ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങളുള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. കണ്ടോ ഞങ്ങൾ ഹാജർ നഷ്ടപ്പെടും. ബോധപൂർവമായി ഹാജരിൽ ഒപ്പിടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ചോദിച്ചപ്പോൾ എന്നെ കൈയ്യറ്റം ചെയ്യണം ചെയ്തു. ശബരിനാഥ് ഇല്ല, നമുക്ക് ഒപ്പിടാൻ പറ്റുന്നില്ല. ഹാജർ ബുക്ക് അയാളുടെ കയ്യിലാണ്.
ഞങ്ങൾ ഇത്രയും 50 കൗൺസിലർമാർക്ക് ഒപ്പിടാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ മുഴുവൻ മീഡിയയും ഉണ്ടല്ലോ. ഇവിടെ ക്യാമറയുണ്ട്. ഞാൻ ആരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ അവകാശമാണ്. ഞാൻ കൗൺസിലിൽ പങ്കെടുത്തു. എനിക്ക് ഒപ്പിടണം. അയാൾ മണിക്കൂറോളം ആ ഹാജർ ബുക്ക് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹാജർ നഷ്ടപ്പെടും. ബോധപൂർവമായി ശബരിനാട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല. എന്നെയാണ് ശബരിനാട് കയ്യേറ്റം ചെയ്തത്. അല്ല, അവര് ഒപ്പിടുന്നില്ലെന്ന് അവര് ചോദിക്കുന്നത്. അവര് ഒപ്പിട്ട നിങ്ങളെ മീഡിയയിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഒപ്പിടുന്നില്ല. അല്ല, നമ്മളെ ഹാജർ ബുക്ക് ഞങ്ങൾക്ക് വേണം ഒപ്പിടാൻ. അവര് മണിക്കൂറോളം വെച്ച് അത് ശബരിനാഥ് എന്നെ എന്നെ ആക്രമിച്ചത്. അല്ല, ആരോപണം തെളിവുണ്ടോ? എന്തെങ്കിലും ഇതായി കണ്ടില്ലേ? ആരാണ് ആക്രമിച്ചത്? ഹാജർ ബുക്ക് എനിക്ക് ഞാൻ ഒപ്പിടണ്ടേ? അവര് ഒപ്പിട്ടത് നിങ്ങളെ മീഡിയയെ കാണിച്ചു. ഒരു ഒപ്പിടാൻ എത്ര മണിക്കൂർ വേണം? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ BJP UDF അംഗങ്ങൾ തമ്മിലാണ് പരസ്പരം ഏറ്റുമുട്ടലുണ്ടായത്. BJP കൗൺസിലർ സുഗതന്റെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.